തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗ കേസിൽ ഒളിവിലുള്ള പ്രതികൾ സംസ്ഥാനം വിട്ടെന്ന് സൂചന. 4 പേരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാണ്. അതിജീവിതയുടെ സഹപ്രവർത്തകയിലേക്കും ആൺ സുഹൃത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാനും സാധ്യതയുണ്ട്. ഇതിനിടെ തിരുവല്ലയിലെ ഗുണ്ടാ പോലീസ് കൂട്ടുകെട്ടിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കും. ശശി, ഇതിപ്പോൾ ഈ കേസിൻ്റെ ഒരു തലമൊക്കെ വല്ലാതെ തിരിയുകയാണ്. സഹപ്രവർത്തകയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്ന ആരോപണം ശക്തമാണ്. ഒപ്പം പ്രതികൾ നാടുവിടാനുള്ള സൗകര്യം ഒരുക്കി പോലീസ് എന്ന ആക്ഷേപവുമുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? രഞ്ജിത്തെ, ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ഡെവലപ്പിംഗ് ഉണ്ട്. അതായത് വലിയ രീതിയിലേക്ക് കേസ് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പായലെ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾ സംസ്ഥാനം വിട്ടുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കാരണം അതിനുള്ള സമയം അവർക്ക് ലഭിച്ചു. കാരണം 1-ാം തീയതിയാണ് ഈ ബലാത്സംഗം നടക്കുന്നത്. പിന്നെ 2-ാം തീയതി പോലീസ് എഫ്ഐആർ ഇടുന്നു. ആ ദിവസം 2 പ്രതികളെ മാത്രമാണ് കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. 1-ാം പ്രതി മരണസുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടറേയും അതുപോലെ ഒപ്പമുള്ള ഒരു പ്രതിയെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ആ സമയം തന്നെ ഈ 4 പ്രതികളും സംസ്ഥാനം വിട്ടു. എന്തായാലും അതിനുള്ള സമയം അവർക്ക് ലഭിച്ചു. കാരണം ഈ കേസ് ഇത്രത്തോളം ഡെവലപ്പ് ആവുന്ന സമയത്ത് തന്നെ, ഈ കേസ് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുന്ന സമയത്ത് തന്നെ ഇവർ ഈ സംസ്ഥാനം വിടുന്ന ഒരു സാഹചര്യം, അവർക്കത് സഹായമായി അത്രയും സമയം ലഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഈ ബലാത്സംഗ സമയത്ത് ഈ അതിജീവിത, അതായത് ഈ ജീവനക്കാരി ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് സഹപ്രവർത്തക ഈ ഗുണ്ടകളെത്തുന്ന സമയത്ത് യാതൊരു പ്രതികരണമില്ലാതെ അവരെ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുകയോ ഈ സഹായിക്കാനല്ലാതെ ഈ അതിജീവിതം രക്ഷപ്പെടുത്താനുള്ള ഒരു നടപടിയും ഈ സഹപ്രവർത്തക ചെയ്തില്ല എന്നുള്ള കാര്യം കൂടി അതിജീവിതം മൊഴി നൽകിയിട്ടുണ്ട്. അതിന് കാരണമായി പറയുന്നത്, ഈ ഗുണ്ടകൾ സഹപ്രവർത്തകയല്ല ആക്രമിച്ചത്, അതിജീവിതയാണ് ആക്രമിച്ചത്. അത് ഒരുപക്ഷെ ഈ സഹപ്രവർത്തകയ്ക്ക് ഗുണ്ടകളുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ നേരത്തെ പരിചയമുണ്ട് എന്നുള്ള കാര്യം അതിജീവിത ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതിന് അതിജീവിത ആൺ സുഹൃത്തിലേക്കും ഈ പറഞ്ഞ സഹപ്രവർത്തകരിലേക്കും അന്വേഷണം നടത്തുമെന്ന് ഇന്നലെ SP വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനൊരു പരാതി ഈ അതിജീവിത പറഞ്ഞതുകൊണ്ട് തന്നെ ഈ സുഹൃത്തിനെതിരെ, അതായത് ആൺ സുഹൃത്തിനെതിരെയും അതുപോലെ തന്നെ ഈ സഹപ്രവർത്തകയ്ക്കെതിരെയും അന്വേഷണം ഉണ്ടാകുമെന്നും ഇന്നലെ SP പറഞ്ഞിരുന്നു. കൂടുതൽ പേർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റ് ആളുകൾക്ക് ഇതിന് പങ്കുണ്ടോ എന്നുള്ള കാര്യമുണ്ട്. അതായത് കൊട്ടേഷൻ സംഘമാണെന്നുള്ള കാര്യം ഈ സ്ഥാപന ഉടമ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് എതിരെ അന്വേഷണം ഉണ്ടാകും. അത്തരമൊരു പരാതി കൂടി ഈ ഉടമ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ പേർക്കെതിരെ പരാതിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും പോലീസിന്റെ തീരുമാനമുണ്ട്. ഈ നിലവിൽ ഗുണ്ടാ സംഘവും പോലീസും തമ്മിൽ ബന്ധമുണ്ടെന്നൊരു ആരോപണമുണ്ട്. കാരണം മാസപ്പടി വിവാദങ്ങൾ തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന ഈ പായിലെ മിക്ക സ്ഥാപനങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് SHO മുതൽ DSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ എത്തുന്നു. അവർ മാസപ്പടി വാങ്ങുന്നു എന്നുള്ള കാര്യം പായുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. പല പായ്ക്കും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതാണ്. അത്തരം കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി മാസപ്പടി വാങ്ങുന്നു എന്നുള്ള ആരോപണം കൂടിയുണ്ട്. അത് ഇന്നലെ SP വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി വ്യക്തമാക്കുന്നത്. അത്തരം ഒരു ബന്ധം, അവിശുദ്ധ കൂട്ടുകെട്ട് ഗുണ്ടകളും ഈ സ്പായിലെ ആളുകളും തമ്മിലൊക്കെ ഒരു ബന്ധം, പോലീസുമായി ബന്ധമുണ്ടെങ്കിൽ അത് കൃത്യമായി നടപടി സ്വീകരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോകും. അത് അവർക്കെതിരെ നിയമ നടപടി ശക്തമായി സ്വീകരിക്കുമെന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കേസ് വളരെ രീതിയിൽ ഇപ്പോൾ ഗുരുതരമായ അവസ്ഥയിലേക്ക്, അതായത് വലിയ വ്യാപ്തി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേവലം ഇന്നലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നല്ലോ ശശി. അതിൽ പറഞ്ഞത് പ്രത്യേക സംഘം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള ആരോപണത്തെക്കുറിച്ചും അന്വേഷണം ഉണ്ടാകും. കാരണം പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായി ഇത് മാറുന്നുണ്ട്. നേരത്തെ 1-ാം തീയതി നടന്ന ഒരു സംഭവം, തിരുവല്ലയിലെ നഗരഹൃദയത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടും പോലീസൊക്കെ വിവരമറിയാൻ വൈകി എന്നതും ഒരു പ്രശ്നമാണ്. ഈ ഗുണ്ടകളുടെ പല ബന്ധങ്ങളും ഒപ്പം പോലീസിൻ്റെ ബന്ധങ്ങളും ഇവരുമായിട്ടുള്ള ബന്ധങ്ങളും അടക്കമാണോ ഇപ്പോൾ അന്വേഷണ പരിധിയിലുള്ളത്? രഞ്ജിത്ത്, അത് മാത്രമല്ല. കാരണം 1-ാം തീയതി നടന്ന സംഭവമാണ്. പിന്നെ 2-ാം തീയതിയാണ് കേസെടുക്കുന്നത്. പോലീസ് പറയുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിൽ ലഭിച്ച ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അന്വേഷണം ആരംഭിച്ചത്. ഈ അതിജീവിത ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയില്ല എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് പിന്നീട് അന്വേഷണം ആരംഭിച്ചത് എന്നുള്ളതാണ് SP ഇന്നലെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തിന് വീഴ്ചയില്ല. SHO കൃത്യമായ നടപടി സ്വീകരിച്ചു. 2 പ്രതികളെ കൃത്യമായി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ള കാര്യമാണ്
പോലീസിനെ ന്യായീകരിച്ചുകൊണ്ട് SP ജില്ലാ പോലീസ് മേധാവി ഇന്നലെ വ്യക്തമാക്കിയത്. പക്ഷേ അതേസമയം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഗുണ്ടകളും പോലീസും തമ്മിലുള്ള ബന്ധമുണ്ട് എന്നുള്ള കാര്യം പറയുന്ന തരത്തിലേക്ക് നമ്മൾ പറയാൻ കാരണം ഈ 11ഓളം കേസുകളിലെ പ്രതിയാണ്, കാപ്പ കേസിലെ പ്രതിയായ ഈ കേസിലെ ഒന്നാം പ്രതിയായ ഈ മരണസുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ. അതുകൊണ്ട് തന്നെ ഈ സുബിൻ അലക്സാണ്ടറെ അറസ്റ്റ് ചെയ്യാനും പ്രതികളെ അറസ്റ്റ് ചെയ്യാനും പോലീസ് വൈകിപ്പിച്ചു എന്നുള്ള ആരോപണം പൊതുവെയുണ്ട്. അത് ഈ സ്ഥാപന ഉടമയ്ക്കുമുണ്ട്. ഗുണ്ടകളും പോലീസും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സ്ഥാപന ഉടമ കൂടി വ്യക്തമാക്കുന്നു. ഇതൊരു കൊട്ടേഷൻ ആണ്. കാരണം മറ്റ് സ്പായിലെ ആളുകൾ, തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന സ്പായിലെ മറ്റ് സ്ഥാപനങ്ങൾ നൽകിയ ഈ സ്ഥാപനത്തിന്റെ വളർച്ച കണ്ടുകൊണ്ട് മറ്റ് സ്ഥാപനങ്ങൾ തങ്ങളെ തളർത്താൻ വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ലാതാക്കാനും ബിസിനസ് തകർക്കാൻ വേണ്ടി ചെയ്തൊരു കൊട്ടേഷൻ നിലയ്ക്കാണ് ആദ്യം പിന്നീട് സ്ഥാപന ഉടമ ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും സ്ഥാപന ഉടമയുടെ പരാതി അന്വേഷിക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഗുണ്ടകൾ രക്ഷപ്പെടാൻ കാരണം ഇത്രയും സമയം അവർക്ക് ലഭിച്ചു എന്നുള്ള കാര്യം, ഗുണ്ടകൾ സംസ്ഥാനം വിട്ടു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അതിനുള്ള സമയം ലഭിച്ചു. കാരണം 1-ാം തീയതി നടന്ന സംഭവമാണ്. പിന്നീട് 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് FIR പോലീസ് അന്വേഷണം നടത്തുന്നത്. ആ സമയം അവർക്ക് ഈ സംസ്ഥാനം വിടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസിന് അന്വേഷണത്തിൽ പോലീസ് വീഴ്ച ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണം കൂടുതൽ മറ്റ് പ്രതികളിലേക്കും കൂടുതൽ ആളുകളിലേക്കും അന്വേഷണം എത്തുമെന്നുള്ള കാര്യം കൂടി ഇന്നലെ SP വ്യക്തമാക്കിയിരിക്കുന്നു. ഈ സഹപ്രവർത്തകയുടെ ഒരു പെരുമാറ്റം അത് സൂചിപ്പിച്ചത് അതിജീവിത പറഞ്ഞതാണ്. ഈ അതിജീവിതയെ ആക്രമിക്കുമ്പോൾ സമയത്ത് ഈ സഹപ്രവർത്തകർ തടയാനോ ഈ പ്രതികൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കാനോ ചെയ്തില്ല എന്നുള്ളൊരു പരാതി അതിജീവിത ഇന്നലെ പറഞ്ഞിരുന്നു, ഈ ജീവനക്കാരി ഇന്നലെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും അതിജീവിതയ്ക്ക് ഈ ഗുണ്ടകളുമായി നേരത്തെ പരിചയമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിജീവിയുടെ ആൺ സുഹൃത്തിന് ഈ ഗുണ്ടകളുമായി ഒരു ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ഈ അതിജീവിതയെ മാത്രം ആക്രമിക്കുകയും ഈ സഹപ്രവർത്തകർ ഈ ഗുണ്ടകൾ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുകയും ചെയ്തില്ല. അതെല്ലാം നോക്കിക്കൊണ്ടാണ് ഈ അതിജീവിത പറഞ്ഞത്. ഈ ആൺ സുഹൃത്തും ഈ സുഹൃത്തിന്റെ, അതായത് സ്ഥാപനത്തിലെ അതിജീവിയുടെ സുഹൃത്തും ആൺ സുഹൃത്തും തമ്മിൽ ചില ബന്ധമുണ്ട്, ഈ ഗുണ്ടകളുമായി ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടന്നത് എന്നുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് സംശയത്തിന്റെ നേരിലാണ് ഈ അതിജീവിയുടെ സഹപ്രവർത്തകയുള്ളത്. ആ കാര്യം പോലീസ് അന്വേഷിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഗുണ്ടാ പോലീസും നേരത്തെ സൂചിപ്പിച്ച മാസപ്പടി അത് ഈ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്പാ അവിടെ ഉണ്ട്. ആ സ്പായുടെ പ്രവർത്തനം സുഗമമായി നടത്തുന്നതിന് വേണ്ടി പോലീസിന് ഒരു മൗന അനുവാദം ലഭിക്കുന്നുണ്ട്. അത് ഈ പണം ഈ ഗുണ്ട മാസപ്പടി ലഭിക്കുന്നുകൊണ്ടാണ് ലഭിക്കുന്നത് ഇത്തരം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ആ കാര്യങ്ങൾ കൂടി പരാതിയായി വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമെന്നാണ് ഇന്നലെ SP ആനന്ദ് വ്യക്തമാക്കിയിട്ടുള്ളത്. വിവരങ്ങൾ പങ്കുവച്ചു. ഏതായാലും ഈ വിഷയത്തിൽ പ്രതികൾ അന്യസംസ്ഥാനത്തേക്ക് കടന്നു എന്ന സൂചനകൾ തന്നെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പോലീസിന്റെ മാഫിയ കൂട്ടുകെട്ട് കൂടി അന്വേഷണ പരിധിയിൽ വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.